നമുക്ക് ഇന്നൊരു എഗ് ബോയിൽഡ് ബ്രെഡ് മസാല. എഗ് പുഴുങ്ങിയിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു മസാല. അപ്പൊ വൈകുന്നേരം ആ സമയത്ത് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ്. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളിവിടെ 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഇത്രയും മല്ലിച്ചപ്പ്. അതിലേക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ആവുമ്പോ അധികം എരിവ് പാടില്ല. അതിലേക്ക് ഒരു പച്ചമുളക്, പിന്നെ ഒരു 6 മുട്ട പുഴുങ്ങിയത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സവോള അങ്ങോട്ട് അരിയാൻ തുടങ്ങാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് 2-3 ഐറ്റംസ് കൂടെ കയറാനുണ്ട്, അത് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കെട്ടിയാലോ. പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്താലേ പെട്ടെന്ന് വാടി കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്താല് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും നമുക്ക്. മനസ്സിലായോ? മറ്റേ സവോള തെറിച്ച് കിടക്കും. അപ്പൊ നമ്മള് സവോള കട്ട് ചെയ്ത് തീരാനായി. അടുത്തതായിട്ട് നമുക്ക് എന്താ ഇതിലേക്ക് തന്നെ ചെയ്യാണെങ്കിൽ ഒരു പച്ചമുളക് ഞെട്ടി കളഞ്ഞ് ഇങ്ങനെ ചരിച്ചാൻ കീറിയിട്ട് കൊടുക്കാം. ചരിച്ചാൻ കീറിയിട്ട് കൊടുത്താല് മതി. ഇതിലേക്ക് തക്കാളിയും കൂടെ നൈസായിട്ട് അരിഞ്ഞാൻ കൊടുക്കാം. കണ്ടില്ലേ? ഇത് ഇത്രയും സാധനം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം. സ്റ്റവ് കത്തിച്ചു. അതിലേക്ക് ഫ്രൈ പാൻ വെച്ചു കൊടുക്കാം കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്താലോ. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് വെച്ചത് ഉള്ളിയും ഒരു പച്ചമുളക് കീറിയതും തക്കാളിയും കൂടെ, ഒരു തക്കാളി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ അതിലേക്ക് വളരെ കുറച്ച് മഞ്ഞപ്പൊടി കണ്ടോ, ഇത്രയേ ഉള്ളൂ. അത് മതി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ല ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബ്രെഡ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രെഡ് കട്ട് ചെയ്താലോ. ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചിങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഈ സ്ക്വയറിൽ കട്ട് ചെയ്തങ്ങ് വെക്കുക. മനസ്സിലായ? അതിന്റെ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇല്ല, ആവുന്നേ ഉള്ളൂ കേട്ടോ. അത് നല്ലോണം പഴന്ന് വന്നാലേ അതിന്റെ ഉള്ളിയുടെ എല്ലാത്തിനും മസാലയുടെയും ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എത്ര സ്ലൈസ് ബ്രെഡ് എടുത്തത്? 10 സ്ലൈസ്. നമുക്ക് ധാരാളം മതിയാവും കേട്ടോ. ഒരു 4-5 പേർക്ക് കഴിക്കാനേ, ഒരു ചെറിയ തോതിൽ കഴിക്കാന് അത് മതിയാവും. അപ്പൊ ഏകദേശം ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് 6 മുട്ട പുഴുങ്ങിയതുണ്ട്, അതൊന്ന് തോല് കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഉള്ളി വാടി റെഡിയാവും. ഓക്കെ, പഠിച്ചു. അപ്പൊ നമ്മളിവിടെ 6 മുട്ട പൊളിച്ചു, പുഴുങ്ങി വെച്ചത് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടത് ലേശം ചിക്കൻ മസാല. ഒരു സ്പൂൺ ചിക്കൻ മസാല ശരിക്കും. ഒറ്റ പൊടി പൊടി ആക്കരുത്. അപ്പൊ മുട്ട കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ മുട്ട ആദ്യം അങ്ങ് ഫ്രൈ പാനിലേക്ക് നല്ല ഈ മസാലയിലേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചാലേ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പൊ അതായി. അപ്പൊ ഇതിലേക്ക് നമ്മള് ബ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നല്ല ഇളക്കി കൊടുക്കാം.
അപ്പൊ ഇതിനെന്താ പറയാ? എഗ് ബോയിൽ ബ്രെഡ് മസാല. മനസ്സിലായോ? അപ്പൊ നമ്മളെ എഗ് ബോയിൽ ബ്രെഡ് മസാല ഇവിടെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി ഒരു 2 തണ്ട് മല്ലിച്ചപ്പും കൂടെ മുകളിൽ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. അപ്പൊ മസാല ഇല്ലേ, എല്ലാത്തിലും മസാല കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഈ മല്ലിച്ചപ്പ് എടുത്ത് വെച്ചത് അതിന് അതിന്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കാം. നല്ല പൊടി പൊടിയായി തരിഞ്ഞാൽ ഇട്ട് കൊടുത്താലേ ഇത് നമുക്ക് ഈ മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇതിന്റെ മുകളിലേക്ക് തൂവി കൊടുക്കും. ഓക്കെടാ. അപ്പോള് നമ്മളെ എഗ് ബോയിൽ ബ്രെഡ് മസാല ഇവിടെ റെഡിയാണ്. അപ്പൊ ഇനിയപ്പോ ഇത് ഇഷ്ടപ്പെട്ടാല് എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? വളരെയധികം നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണമേ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും വീണ്ടും ഞങ്ങൾ പറയുന്നു, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കേ.